ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മളിപ്പം പല കേസുകളിലും ഡ്യൂപ്ലിക്കേറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വെൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. മേ ബി മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ സെയിൽസിൻ്റെ സൈഡിൽ നിന്ന് ഈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാതെ വീണ്ടും അവർ പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ലേറ്റർ സ്റ്റേജിലായിരിക്കും ഇത് റിയലൈസ് ചെയ്യുന്നത് ഇത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് കസ്റ്റമർ ആണെന്നുള്ളത്. ഈവൻ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതൊരു പുതിയ കസ്റ്റമറായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം സെയിൽസിൽ ഇവിടെ ഓർഡേഴ്സിൽ കസ്റ്റമേഴ്സ് എടുത്തു, ഞാൻ ന്യൂ കൊടുത്തു. ABC കമ്പനി എന്നുള്ളതാണ് എൻ്റെ കസ്റ്റമറുടെ പേര്. ABC കമ്പനി കൊടുത്തു, സേവ് ചെയ്തു. അതേപോലെ തന്നെ അടുത്തൊരാൾ ഈ ABC കമ്പനി എന്നുള്ളത് അറിയാതെ അവർ കമ്പനി ABC എന്നുള്ള രീതിയിലും ഒരു കസ്റ്റമറെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി ഈ രണ്ട് കമ്പനിയും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ലിസ്റ്റിൽ കമ്പനി ABC കമ്പനി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ അവരുടെ പേരിൽ ഇൻവോയ്സും പേയ്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ്ങിന് ഞാൻ പുതിയൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ABC കമ്പനിയുടെ പേരിൽ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാണ്, ഞാൻ കൺഫേം ചെയ്തു. അതേപോലെ തന്നെ പുതിയൊരു ഇൻവോയ്സ് കമ്പനി ABCയിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഇത് കൺഫേം ചെയ്തു. അപ്പം രണ്ട് കമ്പനിയുടെ പേരിലും സെപ്പറേറ്റ് രണ്ട് ഇൻവോയ്സുകളുണ്ട്, പക്ഷേ ഇത് രണ്ടും ആക്ച്വലി ഒരു സിംഗിൾ കസ്റ്റമറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക, ഇത് രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ഷൻസിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആക്ഷൻസിൽ താഴെ മെർജ്. അപ്പോൾ മെർജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊരു പോപ്പപ്പ് വിസാർഡ് വരും. ആ വിസാർഡിൽ ഡെസ്റ്റിനേഷൻ കോൺടാക്റ്റ് ചോദിക്കുന്നുണ്ട്. അതായത് ഏത് കസ്റ്റമർ ഏതിലേക്കാണ് മെർജ് ചെയ്യേണ്ടത്. ഡെസ്റ്റിനേഷൻ കോൺടാക്റ്റ് ഇപ്പം എനിക്ക് കമ്പനി ABC എന്നുള്ളത് വേണ്ട, കമ്പനി ABCനെ ABC കമ്പനി ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ABC കമ്പനി എന്നുള്ളത് ഞാൻ ഡെസ്റ്റിനേഷൻ കോൺടാക്റ്റ് സെലക്ട് ചെയ്തു. ദെൻ മെർജ് കോൺടാക്ട്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ദർ ആർ നോ മോർ കോൺടാക്ട് ടു മെർജ് ഫോർ ദിസ് റിക്വസ്റ്റ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ദി അതർ കോൺടാക്റ്റ് എന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാറ്റഗറി ക്രൈറ്റീരിയ വരുന്നുണ്ട്, എന്തൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നെയിം കൊടുത്തിട്ട് മെർജ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഓൾറെഡി മെർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ABC കമ്പനി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ ഇൻവോയ്സ് രണ്ടെണ്ണം കാണാൻ പറ്റും. ഓൾഡ് കമ്പനിയിൽ വന്ന ഇൻവോയ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് കസ്റ്റമറെ മെർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെൻഡേഴ്സിനെ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും.